ദേവസ്വം ബോർഡിന്റെ കീഴിൽ 1252 ലക്ഷ്യം എന്താണ്? ശരിക്കും ലക്ഷ്യം എന്താണ്? അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞാൽ അയ്യപ്പ ശബരിമല ശാസ്താവിനെ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടായ്മ, അത്രയേ ഉള്ളൂ. അത് ദേവസ്വം ബോർഡ് തീരുമാനിച്ചു. തീർത്ഥാടന കാലത്ത് അവർ വന്നു പോകുന്നുണ്ടല്ലോ, അതെന്തിനാണ് ഇങ്ങനെ ഒരു നമ്മള് ഈ രീതിയിൽ ഒരു സംഗമത്തിലേക്ക് എത്തുന്നത്? എന്തിനാണ്? അതിനൊരു ലക്ഷ്യം എന്താണ്? അല്ല പറഞ്ഞല്ലോ, അവരുടെ ഒരു കൂട്ടം. എന്തിനാ അയ്യപ്പ സേവാ സംഘം രൂപീകരിച്ചത്? എന്തിനാ അയ്യപ്പ സേവാ സമാജം രൂപീകരിച്ചത്? അതല്ലെങ്കിൽ നിരവധിയായിട്ടുള്ള സംഘടനകൾ എന്തിനാണ്? അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ശബരിമലയുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള കാര്യങ്ങളാണ്. ശബരിമലയുടെ വികസന പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് 100 കോടി രൂപ ഞാൻ പ്രസിഡൻ്റായിരുന്ന കാലത്ത് അനുവദിച്ചിട്ടുണ്ട്. ഈ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് അതെന്തിനാ കൊടുത്തതെന്ന് ചോദിച്ചില്ലല്ലോ. അപ്പം ഇത് ശബരിമലയിലെ വിഷയം കൈകാര്യം ചെയ്യാൻ വകുപ്പുണ്ട്, അതിന് പ്രത്യേകമായി യോഗങ്ങൾ നടക്കുന്നുണ്ട്. വർഷാവർഷം ഭക്തന്മാർ വന്നു പോകുന്നുണ്ട്, ശബരിമല സീസൺ ആകുമ്പോൾ വന്നു പോകുന്നുണ്ട്. അതിന് ആഗോള അയ്യപ്പ സംഗമം എന്ന് പേരിട്ട് ഈ രീതിയിൽ ഒരു കോൺക്ലേവ് പോലെ ഒന്ന് സംഘടിപ്പിക്കുന്നതിന് പിന്നിലാണ് ഈ രീതിയിൽ ഒരു പൊളിറ്റിക്കൽ അജണ്ട, ഒരു രാഷ്ട്രീയ പദ്ധതിയായി, CPM-ന്റെ രാഷ്ട്രീയ പദ്ധതിയായി അതിനെ വ്യാഖ്യാനം ചെയ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് CPM-ന്റെ രാഷ്ട്രീയ പദ്ധതിയൊന്നുമില്ല. CPM-ന് രാഷ്ട്രീയ പദ്ധതിയൊന്നുമില്ല. അതിനെ രാഷ്ട്രീയമായി കാണുന്നവർക്ക് പദ്ധതി ഉണ്ടാവാം, അതിൻ്റെ പ്രശ്നമാണ്. ഞാൻ ചോദിക്കുന്ന, കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ജനങ്ങൾ തിരഞ്ഞെടുത്തു, ഗവൺമെൻറ് ഇവിടെ നിൽക്കുന്നു. ആ ഗവൺമെൻറ് ശബരിമല ക്ഷേത്രത്തിന് വേണ്ടി ഒന്നും ചെയ്യേണ്ടെന്നാണോ നിങ്ങളുടെ അഭിപ്രായം? ആണെങ്കിൽ പറ. ഒരിക്കലുമല്ല. അങ്ങനെയാണെങ്കിൽ പറ, നിങ്ങൾ ചെയ്യുന്നു. പിന്നെന്താ? അപ്പോൾ ആ ഗവൺമെൻറ്റിൻ്റെ ധാരണയ്ക്കനുസൃതമായി ചിലപ്പോൾ പിന്നെ ദേവസ്വം ബോർഡിൻ്റെ തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ട് ഏറ്റവും നന്നായിട്ട് ശബരിമല മുമ്പോട്ട് പോകാൻ ഇതാ നല്ലതെന്ന് അവർ കണ്ടു കാണും, അത്രയേ ഉള്ളൂ. എന്തുകൊണ്ട് എല്ലാ സമുദായ സംഘടനകളെയും ഇക്കാര്യത്തിൽ വിശ്വാസത്തിലെടുക്കാൻ പറ്റുന്നില്ല? KPMS അടക്കമുള്ള സംഘടനകളെ എന്തുകൊണ്ട് വിശ്വാസത്തിലെടുക്കാൻ പറ്റുന്നില്ല ഇതിൽ ദേവസ്വം ബോർഡിന്? തീർച്ചയായിട്ടും അവരുമായിട്ടൊക്കെ ചർച്ച ചെയ്ത് കാണുമല്ലോ. ദേവസ്വം ബോർഡ് എന്താ ചെയ്തതെന്ന് എനിക്കറിഞ്ഞുകൂടാ. അവരൊക്കെ KPMS ആയാലും ശരി, AKPMS ആയാലും ശരി, അതിപ്പോൾ പറയുമ്പോൾ AKPMS-നെ വിളിക്കാൻ പാടില്ലെന്നോ അതല്ലേ മറ്റേ വിഭാഗത്തെ വിളിക്കാൻ പാടില്ലെന്നൊക്കെ തർക്കം വന്നാൽ എന്ത് ചെയ്യും? അല്ലെങ്കിൽ പിന്നെ മറ്റേതെങ്കിലും ഒരു സംഘടനയെ വിളിക്കണം, മറ്റേവരെ വിളിക്കണ്ട എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇപ്പം അങ്ങനെയുള്ള ഒരു ചർച്ചയല്ല പ്രശ്നം. ഇവിടെ ദേവസ്വം ബോർഡ് ആഗോള അയ്യപ്പ സംഘവുമായിട്ട് ബന്ധപ്പെട്ട അവരൊരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ആ നിലപാടിനെ പിന്തുണയ്ക്കുന്നത് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റാണ്.